Hi friends, today we can go through an important section of our 15 days spoken English class, that is day 13. ഇന്നൊരു ആമുഖ സംഭാഷണം അല്ലെങ്കിൽ ആദ്യമായി ഒരാളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ അവരോട് സംഭാഷണത്തിൽ ഏർപ്പെടാം എന്ന ഒരു ചെറിയൊരു സെക്ഷൻ, പക്ഷേ നമുക്ക് നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരോട് ചോദിക്കാം, ഹായ്, ഗുഡ് മോർണിംഗ്, വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് രേവതി, എൻ്റെ പേരെന്താണ്? രേവതി എന്നാണ്. ഓക്കെ. ഹൗ ആർ യു? ഹൗ ആർ യു? ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ. അതെ, ഞാൻ സുഖമായിരിക്കുന്നു. പിന്നെ ചോദിക്കാം, നീ എവിടെ നിന്നാണ്? നീ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നതിന് വെർ ആർ യു ഫ്രം? വെയർ ആർ യു ഫ്രം? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, വെയർ ഈസ് യുവർ ഹൗസ്? നിൻ്റെ വീട് എവിടെയാണ്? വെർ ഈസ് യുവർ ഹൗസ്? ഓക്കെ. അപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ്. മൈ ഹൗസ് ഈസ് ഇൻ കൊല്ലം. അല്ലെങ്കിൽ ഇപ്പോൾ വെയർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫ്രം കൊല്ലം. ഓക്കെ, ഐ ആം ഫ്രം കൊല്ലം. ഞാൻ ഇവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഹൂ ഈസ് എ ഫാദർ? നിൻ്റെ അച്ഛൻ ആരാണ്? ഇവിടെ മനസ്സിലായിക്കൊള്ളുക, ഹൂ ഈസ് യുവർ ഫാദർ? നിൻ്റെ അച്ഛൻ ആരാണ്? മൈ ഫാദർ ഈസ് മിസ്റ്റർ രവീന്ദ്രൻ. എൻ്റെ അച്ഛൻ രവീന്ദ്രനാണ്. പിന്നെ ചോദിക്കാം, വാട്ട്സ് യുവർ ഫാദർ? നിൻ്റെ ഫാദറിന് എന്താണ് ജോലി എന്നതിന് പകരം ചോദിക്കുന്നതാണ് വാട്ട് ഈസ് യുവർ ഫാദർ. ഇപ്പം എൻ്റെ അച്ഛൻ ഡോക്ടറാണെന്ന് എങ്ങനെ പറയും? മൈ ഫാദർ ഈസ് എ ഡോക്ടർ. ഇനിയപ്പോൾ നമ്മൾ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ച പോലെ അമ്മ ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് എ മദർ? മൈ മദർ ഈസ് രേഖ. എൻ്റെ അമ്മ രേഖയാണ്. അപ്പോൾ വീണ്ടും അമ്മയുടെ ജോലി ചോദിക്കുന്നത് എന്താണെന്ന് എങ്ങനെ ചോദിക്കും? വാട്ട്സ് യുവർ മദർ? വാട്ട് ഈസ് യുവർ മദർ? വാട്ട്സ് യുവർ മദർ? മൈ മദർ ഈസ് എ ടീച്ചർ. എൻ്റെ അമ്മ ഒരു ടീച്ചറാണെന്ന് പറയണം. മൈ മദർ ഈസ് എ ടീച്ചർ. ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസിലൂടെയാണ് നമുക്ക് വലിയ സെൻറ്റൻസുകളിലേക്ക് പോകുന്നത്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അത് 1-2 പ്രാവശ്യം വീണ്ടും കേട്ടുകൊണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ സംസാര ശൈലിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഹൗ മെനി ആർ യു അറ്റ് ഹോം? നിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ എത്ര പേരുണ്ട് നിനക്ക്? ഇപ്പോൾ പറയാണ്, ഐ ഹാവ് 7 മെമ്പേഴ്സ്. എനിക്ക് 7 പേരുണ്ട്. ഇൻ മൈ ഫാമിലി ദർ ആർ 7 മെമ്പേഴ്സ്. 2 രീതിയിലും പറയാം. ഓക്കെ. പിന്നെ ചോദിക്കുകയാണ്, ഹൗ മെനി സിബ്ലിങ്സ് ഹാവ് യു? ഇപ്പോൾ ഈ വേർഡ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹൗ മെനി സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. അതായത് അത് ജ്യേഷ്ഠത്തി, അനുജത്തി, ജ്യേഷ്ഠൻ, അനുജൻ എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാവുന്ന പദമാണ്. അതായത് ബ്രദേഴ്സ് പ്ലസ് സിസ്റ്റേഴ്സ് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് പറയാവുന്ന വേർഡാണ് സിബ്ലിങ്. SIBLINGS, സിബ്ലിങ്സ്. ഓക്കെ. അപ്പോൾ എനിക്ക് എത്ര സഹോദരങ്ങളുണ്ട് നിനക്ക് എന്ന് ചോദിച്ചാൽ ഹൗ മെനി സിബ്ലിങ്സ് ഹാവ് യു? ഐ ഹാവ് 4 സിബ്ലിങ്സ്. ഓക്കെ, ഐ ഹാവ് 4 സിബ്ലിങ്സ്. അപ്പോൾ ചോദിക്കുകയാണ്, ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? അപ്പോൾ പറയാണ് 1 എൽഡർ ബ്രദർ ആൻഡ് 1 യങ്ങർ ബ്രദർ. എനിക്കൊരു മൂത്ത സഹോദരനും ഒരു ഇളയ സഹോദരനുമുണ്ട്. ഇല്ലെങ്കിൽ ചോദിക്കാം, നിനക്കെത്ര സഹോദരങ്ങളുണ്ട് എന്നുള്ളതിന് നിനക്കെത്ര മൂത്ത സഹോദരങ്ങളുണ്ട്? ഹൗ മെനി എൽഡർ ബ്രദേഴ്സ് ഹാവ് യു? അതുപോലെ ഹൗ മെനി യങ്ങർ ബ്രദേഴ്സ് ഹാവ് യു? പിന്നെ ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു? നിനക്കെത്ര സഹോദരിമാരുണ്ട്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു? ഐ ഹാവ് 1 എൽഡർ സിസ്റ്റർ ആൻഡ് 1 യങ്ങർ സിസ്റ്റർ. എനിക്കൊരു മൂത്ത സഹോദരിയും ഒരു
ഇളയ സഹോദരിയുമുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിക്കാം, നിനക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? ഇതൊക്കെ നമുക്കറിയാം, കുഞ്ഞ് സെൻറ്റൻസുകളാണ്. പക്ഷെ അത് നമുക്ക് എങ്ങനെ പറയും, എവിടെ ഉപയോഗിക്കും എന്നൊക്കെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഹൗ ഓൾഡ് ആർ യു? ഐ എം 23 years. എനിക്ക് എത്ര വയസ്സുണ്ട്? 23 വയസ്സുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ്, ആർ യു സ്റ്റഡിയിങ്? നീ പഠിക്കുകയാണോ? നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഫോമും ക്വസ്റ്റ്യൻസും ഒക്കെ മുമ്പുള്ള ഈ 15 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് ഫോംസ് ഒക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ പ്രത്യേകമായി ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദിക്കാം, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ്? അപ്പോൾ പറയാം, അതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഐ ആം സ്റ്റഡിയിങ് ഫോർ MA ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് ചോദിക്കാം, വെൻ ഡു യു ഗെറ്റ് അപ്പ് നോർമലി? നീ സാധാരണയായി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നും 5:30 എഴുന്നേൽക്കുന്നത്. എങ്ങനെ പറയും? ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30 AM. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30 AM. ഈ എവറിഡേ സെൻറ്റൻസ്, ഡെയിലി യൂസിങ് സെൻറ്റൻസസ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്? വെൻ ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്? അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 8 o'clock. എങ്ങനെ പറയും? ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. ഓക്കെ, ഇനി വെൻ ഡു യു ഗോ ടു കോളേജ്? നീ എപ്പോഴാണ് കോളേജിലേക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ 9 മണിക്കാണ് കോളേജിലേക്ക് പോകുന്നത്. എങ്ങനെ പറയും? ഐ ഗോ ടു കോളേജ് അറ്റ് 9 o'clock. ഐ ഗോ ടു കോളേജ് അറ്റ് 9 o'clock. അപ്പോൾ നീ എപ്പോൾ കോളേജിൽ നിന്ന് തിരിച്ചു വരും എന്ന് അങ്ങനെ ചോദിക്കും. വെൻ ഡു യു റിട്ടേൺ ഫ്രം കോളേജ്? അപ്പോൾ ഞാൻ ഇന്നും 4 മണിക്ക് തിരിച്ചു വരും. ഐ റിട്ടേൺ ഫ്രം കോളേജ് അറ്റ് 4 o'clock. ഇനി നീ എങ്ങനെയാണ് കോളേജിൽ പോകുന്നത്? അതായത് ബസ്സിലാണോ, ട്രെയിനിലാണോ, നടന്നാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പം ഹൗ ഡു യു ഗോ ടു കോളേജ്? അപ്പോൾ എന്താണ്? ഞാൻ ബസ്സിലാണ് പോകുന്നത്. എങ്ങനെ പറയും? ഐ ഗോ ടു കോളേജ് ബൈ ബസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം, നീ നിൻ്റെ സ്റ്റഡി ടൈം, നിൻ്റെ പഠന സമയം എപ്പോഴാണെന്ന് എങ്ങനെ ചോദിക്കും? വെൻ ഡു യു സ്റ്റഡി അറ്റ് ഹോം? നീ എപ്പോഴാണ് വീട്ടിൽ പഠിക്കുന്നത്? വെൻ ഡു യു സ്റ്റഡി അറ്റ് ഹോം? നീ എപ്പോഴാണ് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നത്? അപ്പോൾ പറയാണ്, ഞാൻ രാവിലെയാണ്, എന്നും നേരത്തെ രാവിലെയാണ് പഠിക്കുന്നത്. ഐ സ്റ്റഡി അറ്റ് ഹോം ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെയാണ്, എന്നും രാവിലെയാണ് ഞാൻ പഠിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിററിൽ നോക്കി സെൽഫായി സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ഡേ ടു ഡേ റുട്ടീനിൽ ഓരോ ഡെയിലി യൂസിങ് ആയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പ്രത്യേകമായി പറഞ്ഞിരുന്നു. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പ്രത്യേകമായി ഒന്ന് എടുത്ത് കാണുക. കാരണം അതിൽ ഞാൻ ടിപ്സ് ടു ടോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സുകൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദിവസങ്ങളിലും കറക്റ്റായി ഉപയോഗിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ 13 വീഡിയോസിൽ വളരെ വ്യക്തമായി അതിനുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങേയറ്റം സമയം എങ്ങനെ പറയാം എന്നത് പോലും ഞാൻ ഈ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും കൂടി ഒരു സംക്ഷിപ്തമായ ക്ലാസ് ഡേ 14, ഡേ 15 ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കാണുക. ഇനി വരുന്ന ഇതിലും ചുരുങ്ങിയത് ടൈം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ചില ടിപ്സുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും സജഷൻസും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.